ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ നിത്യപിതാവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ
ശ്വാസകോശ രോഗികൾ ഇപ്പോൾ കൈകൾ നെഞ്ചിൽ വെച്ച് തീർത്ഥാടനത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരും ഓൺലൈനിൽ ഈ ധ്യാനം എപ്പോൾ പങ്കെടുത്താലും കർത്താവ് ശ്വാസകോശങ്ങളെയും നെഞ്ചിനെയും, അതായത് ഷർട്ട് പോലും ഇടാൻ പറ്റണില്ല, കാര്യം ശരീരം ചൂടായത് കാരണം പുറത്തോട്ടിറങ്ങാൻ പോലും പറ്റാത്ത രോഗിയെ കർത്താവ് സ്പർശിച്ച് ശ്വാസകോശങ്ങളും അതിൻ്റെ രോഗങ്ങളും അതിൻ്റെ കടുത്ത മരുന്നുകളെയും കർത്താവ് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ആ വ്യക്തികളെ, ശ്വാസകോശ രോഗികളെ സ്പർശിക്കുന്ന സമയമാണ്. പക്ഷാപരത്ത് അറിയാവുന്ന ശ്രദ്ധിക്കട്ടെ. ചെറിയ ഗോലികൾ പോലെ ചെറുതാണ്, നമ്മളെ ചെറിയ പഴങ്ങൾ പോലെയൊക്കെ, അതിനേക്കാൾ ചെറുതായ ചില ഉണ്ടകൾ പോലെ ശരീരത്തിൽ പൊങ്ങും. അത് പിന്നെ മാരക രോഗമായി മാറും. നമ്മൾ ചികിത്സിക്കുമ്പോൾ കുറച്ച് സബ്സൈഡ് ആകും, പിന്നെ അത് വേറെ രൂപത്തിൽ വരും. ഈ രോഗിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. കരള് രോഗികൾ, ലിവറിൻ്റെ അസുഖമുള്ളവർ നെഞ്ചിൻകുണ്ട് താഴെ വട്ടം കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഈശോനാമത്തെ സ്തുതിക്കട്ടെ. കർത്താവ്, നിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ അണിപ്പെടുതാർന്ന വലത് കരം ആയി ഞങ്ങളുടെ കരങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആരെല്ലാം കർത്താവ് കരൾ രോഗങ്ങളാൽ വേദനിക്കുകയും ഗുരുതരമായ അവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവർ അവരെല്ലാം ഇപ്പോൾ നിങ്ങളുടെ കരൾ രോഗികളാണ് നിങ്ങളുടെ ബന്ധുക്കളെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അവർക്ക് പകരം നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിന് താഴെ കൈകൾ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവ് അടിപ്പിണർ പോലെ വൈതാക്കാളം പോലെ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുകയും സ്തുതിക്കപ്പെടുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. ദൈവമേ, നീ പരിശുദ്ധരാകുന്നു. ആരാധനയുടെ ആന്തരികമായ ചൈതന്യത്തിലേക്ക് നിശബ്ദതയോടെ കടന്നു വരേണ്ടതാണ്. കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവ് ഈശോ എടുത്തു കാണിക്കുന്നുണ്ട്. നിങ്ങളെ രോഗമുള്ളവരും ഹൃദയഭാരമുള്ളവരും കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ സമയത്ത് ആരാധനയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചു തരാം. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ അനുസ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയവേദനയും രോഗങ്ങളും ഹൃദയത്തിന്റെ സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, പ്രഷർ മൂലം കടുത്ത തലവേദനയും അതിന്റെ മൂലകാരണങ്ങളും ജീവിത സംഘർഷങ്ങളും അനുഭവിക്കുന്നവരെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഉടമ്പടി വാഗ്ദാനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹൃദയ സംഘർഷങ്ങളുള്ളവരെ അവരുടെ ഭാരങ്ങളെ ഈ നിമിഷം ആരാധ്യനെ ദിവ്യകാരുണ്യമേ തിരുഹൃദയമേ ഏറ്റെടുക്കണമേ. ആരാധനയിലൂടെ ഞങ്ങളുടെ ഹൃദയ വ്യതകളെ നീ സ്വന്തമായി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാന്തതയും എളിമയുമുള്ളവനേ, ആരാധനയും സ്തുതിയും പുകഴ്ച
ഉയർച്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയശാന്തി ഒരുമിച്ച് പാടാം. ഹൃദയശാന്തത. ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കർത്തൃ തിരുസന്നിധിയിലാണെന്നോ ആഴമായ ബോധത്തിലേക്ക് വരണം. കർത്താവ് ഈ കണ്ണീരിൻ്റെ കാലത്ത് അവിടുത്തെ സന്നിധാനത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടതാണ് എന്നാണ് ആത്മാവ് പറയണത്. അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞ, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ, നിങ്ങൾ എൻ്റെ അടുത്ത് വരിക. അപ്പം ദാറ്റ് മീൻസ് യു ആർ കോൾഡ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ഈ പ്രത്യേകിച്ച് ഈ വിഷമസന്ധിയിൽ നിങ്ങൾ കർത്തൃ തിരുസന്നിധിയിലേക്ക് വിളിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് ഒരു തിരിച്ചറിവായിട്ട് വരണം. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സ്നേഹത്തിലേക്ക് എന്നെ വിളിച്ചത്, ഞാൻ ആഴമായി ബോധ്യപ്പെടാൻ, അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം കേട്ടു, നിങ്ങളത് കണ്ടു കാണുമായിരിക്കും. ഈശോ, നമുക്കറിയാം, ഉടമ്പടി ബേസ്ഡ് അപ്പോൺ ദി പ്രോമിസസ്. ഉടമ്പടി എവിടെയാണ്? അതിൻ്റെ നിലപാട് തറ, അതിൻ്റെ നിലനിൽപ്പിടം എവിടെയാണ്? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി. നിങ്ങൾ എന്തിനാച്ചാൽ നിങ്ങളോട് എപ്പോഴും സാക്ഷ്യം കേൾക്കണം. ദാറ്റ് മീൻസ് അതൊരു പ്രൊവിഷനാണ്. സാക്ഷ്യം ഒരു പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത. നിങ്ങളുടെ സങ്കടങ്ങൾ സമാശ്വസിപ്പിക്കപ്പെടുമെന്നുള്ള സാധ്യതയാണ് സാക്ഷ്യങ്ങൾ. ക്ലിയർ അല്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ, നമ്മൾ സങ്കീർണമായ സങ്കടങ്ങളല്ലേ മനുഷ്യനുള്ളത്. അപ്പോൾ അതെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു പക്ഷേ ഇക്കാലത്ത് ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. കൈയിട്ടിച്ച് കർത്താവ് യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവർ, രണ്ട് സന്ദേശമുണ്ട്. ഒന്ന്, ഇടത് ചെവി. അപ്പോൾ എനിക്ക് കാണപ്പെടുന്നത് വലുതായിട്ടാണ്. അപ്പം അതിങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനായതുകൊണ്ട് അപ്പം ഞാനത് ഇങ്ങനെയാണ് എടുക്കുന്നത്. അത് ദാറ്റ് മീൻസ് വലത് ചെവി. അപ്പോൾ വലത് ചെവിയിൽ എനിക്ക് കാണപ്പെടുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ വശമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് ചെവിയിൽ അകത്തുനിന്ന് ഒരു മഞ്ഞ നിറമുള്ള ഈ നമ്മുടെ ഈ ഫിൽറ്ററില്ലേ, ഈ മഞ്ഞൾ ഒരു ചുക്ക, അതുപോലെ തന്നെ പുകയിലയുടെയൊക്കെ നിറമുള്ള ഒരു വസ്തു പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, അതാണ് ഒരു ചെവിയുടെ പ്രത്യേകത. രോഗമാണ്. എന്താണ് ഈ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം. വിരലിൻ്റെ വണ്ണത്തിൽ ഒരു തവിട്ട് സാധനം പുറത്തേക്ക് വരുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ വരുന്നൊരു സന്ദേശം, അതായത് ഈ ആളൊരു അല്പം ഒരു മങ്ങിയ നിറമാണ്. വൈറ്റ് അല്ല, എന്നാൽ പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു മങ്ങിയ നിറമാണ്. പക്ഷെ ചുണ്ട് തടിച്ചതാണ്, ചുണ്ട് ചുവന്നതാണ്, ചുണ്ട് ചുവന്ന് മലർന്നിരിക്കുന്ന ഒരു രോഗമാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ.
മധ്യവയസ്കനായ കഷണ്ടിയുള്ളൊരച്ഛൻ, മധ്യവയസ്കനാണ്, ഒരുപക്ഷെ ഒരു 57 60 വയസ്സ് കാണുമായിരിക്കും. കഷണ്ടിയുള്ള വൈറ്റ് ലോഹ ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടൊരു അച്ഛൻ. ഈ അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് മെസ്സേജുണ്ട് ശിരസിൽ. ആ വിഷയത്തിൽ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്, കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് സന്ദേശമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. അതേസമയം തന്നെ ഈ ആരാധനയെ അവഹേളിക്കപ്പെടുന്ന സാത്താൻ്റെ ശക്തികളും ആരാധന അവഹേളിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോപ്പ് കൂട്ടി ക്യാമറ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ഈ സന്ദേശങ്ങളെ സുവിശേഷ വിരുദ്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഛിദ്രശക്തികളുടെ സാന്നിധ്യവും ദൃശ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൻസി സണ്ണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞു ഈ ദിവസങ്ങളിൽ. നമുക്ക് ഉടമ്പടി പ്രകാരം കുറേ പഠിക്കേണ്ട കുറേ സാക്ഷ്യങ്ങൾ. ഉടമ്പടി നമുക്കറിയാവില്ല, ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി. അതിലിങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയും പുതിയ കോഴ്സുകൾ. ജനങ്ങൾ ഉടമ്പടി ആചരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ മേഖലകളിലെ അവരനുഭവിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടിയുടെ പുതിയ കോഴ്സായിട്ട് വരും. ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യം, കുറേ നല്ല സാക്ഷ്യങ്ങൾ കേട്ടു. അതിലൊന്ന് ആൻസി സണ്ണിയുടെ സാക്ഷ്യമാണ്, മുണ്ടക്കയ. ആൻസി ചേച്ചിയെ എന്താ സംഭവിച്ചത്? ആൻസി ചേച്ചിയെ പാമ്പ് കടിച്ചു, ഒരു വളവരെയും പാമ്പ് കടിച്ചു. ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട്, ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവില്ല, പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഏത് പാമ്പാണെന്ന് അറിയാൻ പാടില്ലാതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എടുക്കുന്നവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്പെഷ്യൽ പാമ്പ് കടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം, അങ്ങനെ നമുക്ക് ഇല്ലതാണ്. പക്ഷേ അത് കാരണം ഡോക്ടർമാരെന്നാ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഡോക്ടർ വളരെ മനുഷ്യോചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് 6 ഡോക്ടർമാർ 1 by 1 ആയിട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞ് ഞാനിപ്പം മരിക്കുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ, അവരെ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ 1 by 1 ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം ചിന്തിക്കാനോ സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തൊരു വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാർ അത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവരപ്പോഴൊക്കെ പറയുന്ന ഡോക്ടറെ, അപ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർമാർ എന്താ ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ ഇവർ പറയുന്നു ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരവിടുന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവർ ലിഫ്റ്റ് ചെയ്യും. അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ്. അവിടുന്ന് ഒരു ICU ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം. ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ്, ഇവിടെ ആംബുലൻസ് ഇല്ല. അപ്പോൾ ഈ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നവർക്ക് മനസ്സിലായി. കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വിഷം കയറിപ്പോയി, ബ്ലഡിൽ ശക്തമായ രീതിയിൽ വിഷം കയറിപ്പോയി. കാര്യം ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു, ആശുപത്രി വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അകലെയെന്ന് വരണം. അതിന് ICU ഉള്ള എല്ലാ സെറ്റപ്പും ഉള്ള ആംബുലൻസാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവർ എത്തത്തില്ല അവിടം വരെ. അപ്പോൾ അതിന് ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ടാൽ സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും. അപ്പോൾ അതുവരെ ഇവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത് ഒരു നേഴ്സിനെ കൂട്ടി തിരിച്ച് ഇവർ പറയുന്ന പുതിയ ആശുപത്രിയോട്ട് വിടണം.
അപ്പം അതിനുവരെയുള്ള സമയമാണ്. പക്ഷേ പ്രഷർ പെട്ടെന്ന് കൂടി 500 അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ടു പോകും. പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല. ഡോക്ടർമാർ ഭയപ്പെട്ടു, കാര്യം പ്രഷർ 500 ദാറ്റ് മീൻസ് വിഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി. ഇവർ പോവുകയാണ്. അവർ പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട്. ഇവർ നേഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയോട് പോവുകയാണ്. അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ, കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിൽ AC ഫുള്ളായിട്ട് വെക്കും. കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും, തണുക്കും. പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലിടും. അപ്പോൾ ഈ ചേച്ചി പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തണുപ്പ് തോന്നണില്ല എന്ന് പറയാം. അപ്പോൾ നഴ്സുമാർ കാര്യം പറഞ്ഞത് നല്ല തണുപ്പാണ്, മാക്സിമം തണുപ്പിച്ചത് പോണത്. പക്ഷേ ഈ ഇതിൻ്റെ ഫീലിംഗ് അവർക്ക് കിട്ടണില്ല. ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത്. അവസാനം ഹസ്ബൻഡിന് ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇവർ ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. പിന്നെ ഈ കൈയും കാലുമൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം തീരാൻ പോണ പോലെ തോന്നും. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഓർമ്മ ഹസ്ബൻഡ് ഒരു കാര്യം ഈ ചേച്ചി എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹസ്ബൻഡ് എവിടെ പോയാലും ഈ ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടിയുടെ ഒരു ഇത്തിരി ഉപ്പെടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻഡിൻ്റെ പോക്കലിട്ട് കൊടുക്കും. എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പണ്ട് നേരത്തെ ഉടമ്പടി എടുത്ത കാലം വരെ ചെയ്യണതാണ്. എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ വന്നത്, എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആ ഉടമ്പടി ഉപ്പെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിൽ വിടും. എന്നിട്ട് ഹസ്ബൻഡ് പറയും, ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി, ഇനിയിപ്പോൾ എല്ലാം ഈശോ ഏറ്റെടുത്തോളും, അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വിയർക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല. അവർ തന്നെ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്? അപ്പോൾ എറണാകുളത്തെ റിപ്പോർട്ടുണ്ടേ, വിഷമുള്ള റിപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രഷർ നോർമലായി. അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ ഈ സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം. അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസി ചേച്ചി പേടിക്കണില്ല, അല്ലേ? ദാറ്റ്സ് മൈ പോയിൻ്റ്. ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും. ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു. ആ സമയത്ത് തന്നെ യഥാർത്ഥ ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി, പെർട്ടിക്കുലർ പേഴ്സൺ, ഷീസ് നോട്ട് അഫ്രൈഡ്. വൈ? അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ. ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പ് കടി ഏറ്റ പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ്. എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത്. നമുക്കറിയാമല്ലോ, ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ചേർത്ത് ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിലെ. ഞാൻ നിനക്ക് തരും, അല്ലെ ഞാൻ നിൻ്റെ കൂടെ വരും, ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം, പേടിക്കാത്ത ഒരു ഹൃദയം. പേടിക്കുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും, സംഭ്രമിക്കാത്ത ഹൃദയം നിനക്ക് തരും. കാരണം സംഭ്രമിക്കേണ്ട മകനെ, ഞാനാണ് നിൻ്റെ ദൈവം. പേടി മാറണത് 2 തരത്തിലാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സംഭ്രമിക്കേണ്ട മകനെ. ശ്രുതികട ഹല്ലേലൂയ. നിയമാവർത്തനം 31:8. നിയമാവർത്തനം 31:8 വായിച്ചോളൂ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് എന്ന് പറഞ്ഞ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അപ്പൊ ഈ സംഭ്രമിക്കാത്ത ഇവർക്ക് ആൻസിക്ക് ഭയമില്ലെന്ന് പറഞ്ഞില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെ കാരണം കർത്താവാണ് നിന്റെ കൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത്.
നിങ്ങൾ ഓർക്കണം, ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല, എക്സെപ്റ്റ് കവനൻ്റ് അല്ലാതെ. ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ്. എത്ര കാലങ്ങൾ മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നിന്നെ പാമ്പ് കടിച്ചാലും പഴുതാര കടിച്ചാലും നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. കൈ ഇടിച്ച് കർത്താൻ സാന്നിധ്യമായി കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിൽ നന്ദി പറയുന്നു. ഞാനെന്നും സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണ് നിന്റെ ദൈവം. അതായത് ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എണ്ണ തേക്കുന്നില്ലേ, നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക്ക് പിടിച്ച് വരക്കും, യാത്രക്ക് പോകുമ്പോൾ ചെയ്യും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും, ഇൻ്റർവ്യൂ വേണ്ടി പോയി ചെയ്യും. എന്താ കാര്യം എണ്ണ തേക്കണ? എന്താ കാര്യം? എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? ആരാ കണ്ടത്? യാക്കോബ് അല്ലേ? യാക്കോബ് സ്വർഗത്തിൽ നിന്ന് ഒരു ഏണി ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോൾ അതിലേക്ക് ദൈവദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പടി തൈലം, ഒലിവ് തൈലം ഒഴിക്കും. ഇതിലെന്താ പറയണത്? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, കർത്താവിൻ്റെ ഭവനമാണ്, ഇതിൻ്റെ പേര് ബദ്ധലെന്ന്. കർത്താവിൻ്റെ കൈയടിച്ച് കഥ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ.